മിമിക്രി കോമ്പറ്റീഷനായിട്ട് ഇവിടെ എത്തുന്നു റിനീഷ് ആൻഡ് സണി. എന്തുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ വന്ന് ഷോ ചെയ്ത് പോയതിനു ശേഷം? ഇവിടെ വന്ന് ഷോ ചെയ്ത് പോയതിനു ശേഷം ഒരുപാട് വേദികൾ കിട്ടി, ഉദ്ഘാടനങ്ങൾ കിട്ടി. ലവ്ലി. ഓക്കെ, നാട്ടിലൊക്കെ എല്ലാവരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിട്ട്. തീർച്ചയായും എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമമാണ്. മുതുകാട് എന്ന് പറയുന്ന പ്രദേശം മലയോര പ്രദേശമാണ്. മജീഷ്യൻ മുതുകാട് സാറിന്റെ അതല്ല, ഇത് കോഴിക്കോട് നിന്ന് കയറി പോകണം. ഒരുപാട് ഉള്ളിലോട്ടുള്ള ഉൾമേഖലയാണ്, ഒരു മലയോര ഗ്രാമമാണ്. അപ്പോൾ അവിടുന്ന് ഒരാൾ ഒരു മിനി സ്ക്രീനിൽ എത്തുമ്പോൾ അവിടെയുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പൂത്തിരി. 100%. ആരൊക്കെ ലിസ്റ്റിലുള്ള? ഇപ്പോൾ ജാഫർ ഇടുക്കി, നിർമ്മൽ പാലാഴി, SPB. ആഹാ, സിംഗറും മിമിക്രി ആർട്ടിസ്റ്റും ആണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ സണ്ണി, എത്ര നാളായി കണ്ടിട്ട്? ആദ്യമേ ഇത് ഈ ഫ്ലവേഴ്സിന്റെ ഈ കോമഡി ഉത്സവം തുടങ്ങിയപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്താ. സണ്ണി ഒരുപാട് ഷോസുമായിട്ട് തിരക്കില്ല അല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ ഒരു ഷോ ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ ഈ ഫ്ലവേഴ്സിൽ വന്നതുകൊണ്ട് ആ വേദിയിൽ എന്നെ ആദരിച്ച് എനിക്കൊരു ഫലകം തന്നു. മിമിക്രി സണ്ണി ഫ്ലവേഴ്സ് പറഞ്ഞ അവരെനിക്കൊരു. അപ്പോൾ ആരൊക്കെ ലിസ്റ്റിലുള്ളത്? ഞാൻ വീടി രായപ്പൻ ചേട്ടനുണ്ട്, പിന്നെ മമ്മൂക്കയുണ്ട്, പിന്നെ കൊച്ചിൻ കനീഫ. നമ്പർ പറയും. നമ്പർ 3. Let's open number 3. ശ്വേത മേനോൻ. ഈശ്വര, എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. സണ്ണി നമ്പർ പറയും. നമ്പർ 4. Let's open number 4. നാദൃശം. പളനിമല മുരുകന് പള്ളിവേലായുധം പാറിപ്പറക്കുന്ന ചെന്മുകിൽ വാഹനോ മാർഗഴിത്തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര. ഈ മറിമായൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുകയാണല്ലേ. ആദർശിക്ക് ഇതുവരെയായിട്ട് പാട്ട് പാടിയിട്ടില്ല, അതാണ് ഞാൻ ഓർത്തത്. അല്ല, എനിക്കൊന്ന് സണ്ണി പാടിയപ്പോഴേ സ്വയം മറന്നു പോയെന്ന് തോന്നുന്നു. പുള്ളി ഇതിന്റെ പാരഡി പാടിയിട്ടുണ്ട് അല്ലേ? അപ്പോ റനീഷ് നമ്പർ 5. Let's open number 5. ജോയ് മാത്യു. കുമരകര പള്ളി വികാരി. ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. സംസ്കാരത്തിൽ പാര, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. കുഴപ്പമില്ല. ഓക്കെ, സണ്ണിയുടെ നമ്പർ 10. Let's open number 10. മുരളി. എന്തെടാ എല്ലാവരും ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത്? ഇത് പ്രോഗ്രാം ഒന്നും ഇല്ലടാ. ഏതാ നിന്റെ രാജ്യം? എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? ഇടിച്ചു നിന്റെ പൂട്ടല് ഞാൻ പൊട്ടിക്കും. നമ്പർ 9. Let's open number 9. മമ്മൂക്ക ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. വരാട്ടാ. കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കേറ്റും. കുഴപ്പമില്ല കേട്ടോ. റനീഷ്, സണ്ണിയുടെ ലിസ്റ്റിലുണ്ട് മമ്മൂക്ക. നിർത്തല, ഇനി ഒരക്ഷരം വേണ്ടി ചവിട്ടി പണ്ട് പൊളിക്കും ഞാൻ. അവൻ ഒരു അടികാരൻ. സിനിമയിലല്ല ജീവിതത്തിൽ നേടിക്കൊണ്ടുണ്ട് നത്തോലി. നാടകം കളിക്കണം, എന്താ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടക്കരുന്ന ഡയലോഗ് തട്ടാതെ പറയാൻ പറ്റുള്ളൂ നിനക്കൊക്കെ? കണ്ടിടുന്ന നിനക്ക് നിന്നെയൊക്കെ ഒടേ തമ്പുരാൻ ഭൂമിയിലേക്ക് സിനിമാക്കാരനായിട്ട് ഇറക്കിയതല്ലേ. സിനിമാക്കാർക്ക് 2 കൂടുതലുണ്ടോ? അത് നിന്റെയൊക്കെ മറ്റേടത്താണ് മൂലം പറ്റത് കറണ്ട് കൊടുക്കുന്നത്. ആനയുടെ അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കൂ. എന്നാൽ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കട. ചാൻസ് തണ്ടിയും തെറുകേട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ല, നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാണ് നടനാക്കിയത്? ഇന്ന് എല്ലിൻ്റെ ഇടയ്ക്ക് കയറിയപ്പോൾ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നൊരു പുച്ഛം ഈ ഊത്തവേലക്കിൻ്റെ പൂഞ്ഞാടി വിരൽ കയറ്റാണ്ടല്ലോ. ഇനി പറയണം സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോൾ പേടിച്ചില്ലേ? ഇല്ലേ? വീട്ടുകാരോട് നാട്ടുകാരോട് ഒരുപാട് നുണപ്പെട്ടാണ് സാർ ഞാൻ ഇറങ്ങി തിരിച്ച്. ഞാൻ ചെയ്തൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ല സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. എൻ്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ആയി തിരിച്ചു പോകാനും പറ്റില്ല. അടുത്ത സിനിമയിൽ കൂടി ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. താങ്ക് യു. ലാസ്റ്റ് നമ്പർ നീ സണ്ണിയുടെ തന്നെയാണ്. 2. Let's open number 2.
നമ്മുടെ ബിജു സോപാനം. എടാ എന്താടാ ഇത്? എടാ പിള്ളേരെ എല്ലാമൊക്കെ വായിച്ചു പഠിക്കടാ. എന്നടാ ഇങ്ങനെയൊക്കെ കാണിച്ചു തരണേ? ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. രഞ്ജിതാ, അപ്പോ നമ്മുടെ ലിസ്റ്റിൽ ഉള്ള SPB തുടങ്ങാം അല്ലേ? SPB തുടങ്ങാം. അദ്ദേഹത്തിന്റെ ഞാൻ ആട്ടോക്കാരൻ എന്ന സോങ് ആണ്. ഓക്കെ. ஆட்டோக்காரன் நாளும் தெரிஞ்ச ரோட்டுக்காரன், நியாயமுள்ள ரேட்டுக்காரன், நல்லவங்க கூட்டுக்காரன், நல்லா பாடும் பாட்டுக்காரன், காந்தி பிறந்த நாட்டுக்காரன், கம்பெடுத்தா வேட்டக்காரன், பெரியவங்க உறவுக்காரன், இறக்கமுள்ள மனசுக்காரன்டா. நான் ஏழைக்கெல்லாம் சொந்தக்காரன்டா, நான் எப்பொழுதும் ஏழைக்கெல்லாம் சொந்தக்காரன்டா. அச்சுக்கு என்ன அச்சுக்குதா, கும்முக்கு என்ன கும்முக்குதா, என்ன அச்சுக்குதா கும்முக்கு என்ன கும். ஆட்டோக்காரன் நாளும் தெரிஞ்ச ரூட்டுக்காரன், நியாயமுள்ள ரேட்டுக்காரன். അടുത്തത് ജാഫർ ജാഫർ ഖാന്റെ ലൈവ് വോയിസ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട് മക്കളെ, നിങ്ങളെയൊക്കെ അങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പിന്നെന്ന് വെച്ചാൽ എൻ്റെ സിനിമകൾ എല്ലാവരും നേരിട്ട് പോയി കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇതിന് നിർമ്മൽ പാലാഴി അദ്ദേഹത്തിന്റെ സ്കിറ്റിൽ ചെയ്തിരിക്കുന്ന വോയിസ് ആണ്. ഭയങ്കര വെട്ടിലാണ് ഞങ്ങൾ. എന്താണ് ബാബേട്ടാ അതിപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ ഇത്? ബാബേട്ടാ ചീർപ്പിന്റെ പല്ലപ്പോയുണ്ടല്ലോ, ഇതൊക്കെ തന്നൂടെ? എന്താണ് ബാബേട്ടാ? അപ്പൊ ഇനി സണ്ണിയുടെ രണ്ടുപേരും കൂടിയുണ്ട് അല്ലേ? കൊച്ചിൻ ഗനിഫ. എന്തപ്പെട്ട ആസാറെ സേതുക്കാരുടെ കിടന്ന് കള്ളൂടക്ക കാശ ആർക്കട കാശ് കൊടുത്ത് കുത്തുപടുത്തി കിടത്ത് പാദംകുട്ടി അച്ഛൻ മരിക്കണതിന് മുമ്പ് മക്കളൊന്ന് കാണാൻ മാത്രം പറഞ്ഞു. മക്കൾക്ക് വേണ്ടി അച്ഛന് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി അച്ഛന് മരിക്കാൻ സാധിച്ചു. എന്നാ പിന്നെ ചാരങ്ങോട്. അടുത്തത് ഇനി VD രാജപ്പൻ സാർ. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണുണ്ട്, 30 വയസ്സായി. അവളെ വിവാഹം കഴിച്ചു വിട്ടില്ല. അവളെ കൂട്ടുകാരികളൊക്കെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിവാഹം കഴിച്ചു വിട്ടു. ദുഃഖം മാത്രം കൈമുതലാക്കിയ മകൾ ഒരു നിശ്ചയ നിശബ്ദതയില് കട്ടിൽ നിന്ന് ചാടി വെളിയിലേക്ക് ഇറങ്ങി കെന്റിലേക്ക് ചാടാൻ പ്ലാൻ ഇട്ടു. ചാടിയില്ല. തൊട്ടടുത്ത് കിടന്ന അമ്മ തപ്പി നോക്കിയപ്പോ മോളെ കണ്ടില്ല. മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ അമ്മ ഈ ടോർച്ച് എടുത്തുകൊണ്ട് പെരക്കിയിട്ട് ഇങ്ങനെ അടിച്ചിറക്കുമ്പോ അതാ വടക്കേ വശത്തെ പ്ലാവിൽ കുരുക്കിട്ട് മോള് നിൽക്കുക. ആ മോളെ കണ്ടപ്പോ മാതൃഹൃദയം തകർന്നു. മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത്? അതിനേക്കാൾ ദുഃഖം കഴിച്ചമർത്തിക്കൊണ്ട് ആ മോൾ അമ്മയോട് ചോദ്യം ചോദിച്ചു, അമ്മേ എനിക്ക് 30 വയസ്സായമേ. 30 വയസ്സെനിക്കായി, 30 വയസ്സെനിക്കായി, മോളിക്ക് കുട്ടികൾ 3, അയലത്തെ വീട്ടിലെ ത്രേസി 3 4 കെട്ടി. എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ? പറയൂ ഞാൻ പ്ലാവേ തൂങ്ങണോ? പറയൂ ഞാൻ പ്ലാവേ തൂങ്ങണോ? മദറേ എൻ മദറേ മദറേ. താങ്ക് യു. സൂപ്പർ. സണ്ണി കുട്ടനാണ്. ഇന്ന് വന്നിരിക്കുന്ന 2 കോണ്ടസ്റ്റൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും മ്യൂസിക് സെൻസ് ഉണ്ട് എന്നുള്ളതാണ്. ശ്രുതി പിടിക്കാനും താളമൊക്കെ ഉള്ളവർ. അത് യഥാർത്ഥത്തിൽ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വേണ്ടതാണ്. പ്രത്യേകിച്ച് നടനകലയിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഭിനയത്തിനോടൊപ്പം സംഗീതം അറിഞ്ഞിരിക്കണം. അതിന് നൈപുണ്യനാണ്, ഇതിൽ യാതൊരു സംശയമില്ല. താങ്ക് യു സാർ. സണ്ണി നമ്മുടെ മുറ്റത്തെ മുല്ലാണ് അല്ലേ? തീർച്ചയായിട്ടും നല്ല ഗന്ധമുള്ള മുല്ലാണ്. തീർച്ചയായിട്ടും പുതിയ പരിപാടികളായിട്ട് ഇനിയും വീണ്ടും തീർച്ചയായിട്ടും വരും സാർ. തീർച്ചയായിട്ടും നടന്നു കയറിയാ പോരെ? തീർച്ചയായിട്ടും നടന്നു വന്നാൽ മതി. നടന്നു കയറുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ വിറകും പറിക്കുന്നതല്ല. താങ്ക് യു. വളരെ നന്നായിരുന്നിട്ടാ ചെയ്ത 3 പേരും ഗംഭീരായി, നന്നായിട്ടാ. ഇപ്പോൾ എറണാകുളത്തേക്ക് കാലുകുത്തിയിരിക്കാണല്ലേ മുതുകാട്, മറ്റൊരു മുതുകാട് മാജിക്കിലുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇനി മിമിക്രിയിൽ അഭിമാനിക്കാം, ഒരു മുതുകാട് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഒരു മാന്ത്രികമായ മിമിക്രിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പൊ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ബോട്ടിൽ ക്ലാസിക് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ ഇതാണ് നിഷിയുടെ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ബോട്ടാണ്. ഓൾ ദി ബെസ്റ്റ്. റിനീഷ് സണ്ണി രണ്ടുപേരും പൊളിച്ചടിക്കുക കേട്ടോ. അപ്പൊ ആദ്യം റിനീഷിലേക്ക് വരാം. ഇപ്പൊ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന കലാകാരനാണ്. കലയിലും വെള്ളത്തിൽ ജീവിക്കുന്ന മിമിക്രിക്കാരനാണ്. മുതുകാട്
മുതുകാട് റനീഷ് മുതുകാട്. ഗംഭീരമായിരുന്നു കേട്ടോ. SPB അടിപൊളി. പിന്നെ ജാഫർക്കയുടെ ലൈവ് വോയിസ്, ശരിയാണ്, ജാഫർക്കയുടെ ലൈവ് വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രയും മീറ്ററിൽ വളരെ രസകരമായിട്ട് ചെയ്തു. എടുത്ത മൂന്നും ഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഒരുപാട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ ആ പ്രോഗ്രാമിന്? ബോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അവിടെ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായും. ഓക്കെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ. സണ്ണി ഗംഭീരമായിരുന്നു കേട്ടോ. കാര്യം സണ്ണി പറയുന്ന പോലെ ഈ ഒരു പേടിയില്ല, പിന്നെ ഒരു വളരെ നിഷ്കളങ്കനാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അലങ്കാരം എന്ന് പറയുന്നത് അവനിടുന്ന ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നുമില്ല. അവരുടെ ഒരു പെരുമാറ്റമുണ്ട്, ഒരു കഴിവുണ്ട്, ഒരു വിനയമുണ്ട്. അതെല്ലാം അടങ്ങിയ ഒരു നല്ല കലാകാരനാണ് സണ്ണി. മമ്മൂക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മമ്മൂക്ക ഭയങ്കര ലൈഫായിട്ട് നല്ല റിസോർട്ട് ചെയ്തു കേട്ടോ. ഉഗ്രനായിരുന്നു കേട്ടോ. ഇതുപോലെ മമ്മൂക്കനെ ഇത്ര ഫീൽ ചെയ്തു. ആ ക്യാരക്ടർ 2 ചേഞ്ച് ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ട് മാറ്റും. അത് അസലായിട്ടുണ്ട് കേട്ടോ. കാര്യം അത് ഈ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ കറക്റ്റ് ഫീലായിട്ട് കൊടുത്തു. പിന്നെ വീടിരായപ്പൻ ചേട്ടൻ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും അങ്ങോട്ട് സണ്ണി ചെയ്യുന്ന ഒന്നും മാറ്റി വെക്കാനല്ലോ കേട്ടോ. കാര്യം നല്ല പെർഫെക്ഷനാണ്. ഇനിയും ഒരുപാട് സ്റ്റാർസിനെ ചെയ്യുക, ഒരുപാട് വേദികൾ കിട്ടട്ടെ. നല്ലൊരു അറിയപ്പെടുന്ന ആർട്ടിസ്റ്റായി മാറട്ടെ സണ്ണി. ഓക്കെ, രണ്ടുപേരും നല്ല സുന്ദരം പാട്ടുകാരാണ്. ഹാസ്യം മാത്രമല്ല, വളരെ മനോഹരമായ പാട്ട് പാടി. ഞാൻ ഞെട്ടിയത് വി.ഡി. രാജപ്പൻ സാറിൻ്റെ ഒക്കെ അമിട്ട് പോലത്തെ ഒരുപാട് കഥാപ്രസംഗങ്ങൾ ഞാൻ ഒരുപാട് കേട്ടുള്ളതാണ്. നിങ്ങൾ ആ മോഡുലേഷൻ, വോയിസ് മോഡുലേഷനൊക്കെ ഭയങ്കരമാണ്. നിങ്ങൾ ആ സമയത്ത് ശ്രുതിയോ ഓർക്കസ്ട്ര വായിക്കുന്നുണ്ടോ അതൊന്നും നോക്കുന്നില്ല, നിങ്ങൾ അടിച്ച് പൊളിച്ചങ്ങ് പാടുക. അവൻ്റെ SPB ഒക്കെ വളരെ മനോഹരമായിരുന്നു. ബ്രീത്തിങ് ഒക്കെ വളരെ ഉഗ്രനായിരുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്, നല്ല ഹാസ്യ താരങ്ങളാണ്. നന്നായി വരട്ടെ, അടിച്ചു പൊളിക്കും. അപ്പോൾ രണ്ടുപേരും കൈപിടിച്ച് കൊടുക്കട്ടെ. രഞ്ജേട്ടാ, Yeah.